KPCC അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും മാറ്റിയ AICCയുടെ തീരുമാനം ഏകപക്ഷീയമായിരുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ ആദ്യ ദിനങ്ങളിൽ ഉണ്ടാവാത്ത എതിർപ്പുകൾ ഇപ്പോൾ സജീവമാകാൻ യഥാർത്ഥത്തിൽ കാരണം എന്താണ്? KPCC അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്നും 4 MP വിട്ടുനിന്നതും ഡൽഹി യോഗത്തിൽ നിന്നും മുരളീധരനും K സുധാകരനും വിട്ടു നിൽക്കുന്നതും തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരിക്കുകയാണ്. ഇത് ഗൗരവമായ ഒരു കാര്യമാണ് എന്നാണ് AICCയുടെ വിലയിരുത്തൽ തന്നെ. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ഡൽഹിയിലെ യോഗം തന്നെ. യോഗത്തിലേക്ക് മുൻ KPCC അധ്യക്ഷന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുൻ അധ്യക്ഷന്മാരായ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻകൂട്ടി അസൗകര്യം അറിയിച്ചതായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരവും. KPCC പുനഃസംഘടനയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് K മുരളീധരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യമാണ്. വടകരയിൽ എത്തിയതോടെയാണ് ഷാഫിയുടെ നല്ല കാലം ആരംഭിച്ചത് എന്നായിരുന്നു മുരളീധരന്റെ അഭിപ്രായം തന്നെ. വടകരയിൽ നിന്നും മാറി തൃശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതോടെ ഒന്നും ഇല്ലാതായി എന്നുള്ള സൂചനയാണ് മുരളിയുടെ പ്രസംഗത്തിൽ വ്യക്തമായി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇടഞ്ഞു നിന്ന സുധാകരൻ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിച്ച് സ്ഥാനമൊഴിയാൻ തയ്യാറായതോടെ AICC നേതൃത്വവും ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. KPCC അധ്യക്ഷന് ചുമതല കൈമാറാനും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തതും തർക്കങ്ങളും പരാതികളും അവസാനിച്ചു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുക തന്നെയാണ്. എന്നാൽ അഭിപ്രായ ഭിന്നതകൾ അവസാനിച്ചു എന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് ഭിന്നതയുടെ പുക ഉയർന്നു വരുന്നത്. പുനഃസംഘടന നടപ്പാക്കുമ്പോൾ സാധാരണ ഉണ്ടാവാറുള്ള എതിർപ്പുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്ന സന്ദർഭത്തിൽ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നതാണെങ്കിൽ പോലും പരസ്യമായ പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചതോടെ സുധാകരൻ അഭിപ്രായ ഭിന്നതകൾ അവസാനിപ്പിച്ചു എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. മുതിർന്ന നേതാവും ദീർഘകാലം MP ഒക്കെ ആയിട്ടും അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാത്തതിൽ പരിഭവമായി കൊടിക്കുന്നിൽ സുരേഷ് രംഗത്ത് വന്നതൊഴിച്ചാൽ സാധാരണ കോൺഗ്രസിൽ ഉണ്ടാകാറുള്ള കലാപങ്ങൾ ഒന്നും തന്നെ ആദ്യ ദിനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നില്ല സാധാരണ കോൺഗ്രസിൽ സംഭവിക്കുന്നത്. ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുമായി രംഗത്ത് വരുന്നതും പ്രതിഷേധിക്കുന്നതും ഒക്കെയാണ് കോൺഗ്രസിന്റെ ഒരു പതിവ് രീതി തന്നെ. എന്നാൽ KPCC DCC എന്നിവ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവുമായി KPCC അധ്യക്ഷന്റെ നീക്കങ്ങൾ തുടങ്ങിയതോടെ ചില നേതാക്കൾ പരസ്യമായി പ്രതിഷേധത്തിന് തിരികൊടുത്തിരിക്കുകയാണ്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്നുള്ള ആരോപണമാണ് ഒരു വിഭാഗം MP ഉന്നയിച്ചിട്ടുള്ളത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം നേരത്തെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മത്സര രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നും ഇനി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യം എന്നുമായിരുന്നു കൊടിക്കുന്നിലിന്റെ നിലപാട്. എന്നാൽ ഹൈക്കമാൻഡ് കൊടിക്കുന്നിലിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. ബെന്നി ബെഹന്നാൻ, ശശി തരൂർ, MK രാഘവൻ, ഡീൻ കുര്യാക്കോസ് എന്നീ MP KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അധ്യക്ഷനെയും ഉപാധ്യക്ഷന്മാരെയും തീരുമാനിച്ചത് കൂട്ടായ ചർച്ചകളിലൂടെ അല്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രതികരണം തന്നെ. പത്തനംതിട്ട MP ആന്റോ ആന്റണി അധ്യക്ഷനാക്കാനായിരുന്നു AICCയുടെ തീരുമാനം. അവസാന ഘട്ടത്തിലാണ് സണ്ണി ജോസഫ് MLA പേരിലേക്ക് ചർച്ച എത്തുന്നത്, തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഡൽഹിയിൽ ഉണ്ടായിരുന്ന K സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അതേസമയം KPCC അധ്യക്ഷനെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തില്ല എന്നുള്ള ആരോപണം ശരിയല്ല എന്നാണ് AICCയുടെ പ്രതികരണം തന്നെ. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എല്ലാ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയാണ് നേതൃമാറ്റത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഒരു വിശദീകരണമായി നൽകുന്നത്. ഇതേസമയം KPCC ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള ഭാരവാഹികളിൽ ചിലരെ മാറ്റാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. സംസ്ഥാന കോൺഗ്രസിന് പുതിയ നേതൃത്വം വന്നതോടെ KPCCയിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും പുനഃസംഘടിപ്പിക്കാൻ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. DCC ഭാരവാഹികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതോടൊപ്പം നടക്കുന്നതായിരിക്കും. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KC വേണുഗോപാലിന്റെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കുകയുള്ളൂ. വിഭാഗം നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദത്തിന്റെ ലക്ഷ്യവും DCC പുനഃസംഘടന തന്നെയാണ്. ഗ്രൂപ്പ് നേതാക്കളെ പിണക്കാതെയുള്ള മാറ്റത്തിനാണ് KPCC നേതൃത്വം മുൻഗണന നൽകുന്നത് തന്നെ. ചില ജില്ലകളിലെ അധ്യക്ഷന്മാരെ KPCC ഭാരവാഹിയാക്കി മറ്റ് തർക്കങ്ങളില്ലാതെ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനവും.